ഹലോ ഓൾ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജപ്പാനീസ് ഡയറക്ടറായ അകിറ കുറോസാവയുടെ റാൻ എന്ന് പറയുന്ന ഫിലിമാണ്. 5 ഡിക്കേഡുകളിലായിട്ട് തൻ്റെ കരിയറിൽ 30ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഷേക്സ്പിയറിൻ്റെ കിങ് ലിയറിൻ്റെ അഡോപ്ഷനാണ് ഈ ഒരു റാൻ എന്ന് പറയുന്ന ഫിലിം. 1985 ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫിലിം ഇൻ സിനിമാറ്റിക് ഹിസ്റ്ററി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു റാൻ എന്ന് പറയുന്ന ഈ ഒരു ഫിലിമിലുള്ള മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇച്ചിമോഞ്ചിയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വാർലോഡാണ്. പിന്നെ തൻ്റെ മക്കളാണ്. ഒന്ന് താരോ, അദ്ദേഹമാണ് ഏറ്റവും മൂത്ത മകൻ. പിന്നെ ജിറോ, പിന്നെ സാബുറാണ് ഏറ്റവും ഇളയ മകൻ. താരോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അദ്ദേഹം ഈ ഒരു റാനിൽ അച്ഛനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, അവളുടെ പേരാണ് കേഡ്. ഈ ഒരു കേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പണ്ട് ഈ ഒരു വാർലോഡ് ഇച്ചിമോഞ്ചി ആ ഒരു കേഡിൻ്റെ അച്ഛനെ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇച്ചിമോഞ്ചിയാണ് ജയിക്കുന്നത് ആ ഒരു യുദ്ധത്തിൽ. രണ്ടാമത്തെ മകനാണ് ജിറോ. താരോയെ കൊന്ന് പവർ കൈക്കലാക്കാനാണ് ജിറോയുടെ ശ്രമം. അങ്ങനെ കഥയുടെ അവസാനം ആ ഒരു പവർ കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു കേഡുമായിട്ട്, താരോയുടെ ഭാര്യ കേഡുമായിട്ട് ഒരു ബന്ധം ഈ ഒരു ജിറോ സ്ഥാപിക്കുന്നുണ്ട്. പവർ വളരെയധികം കൂടുതൽ ദേഷ്യമുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു ജിറോ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. എന്നാൽ നേരെ മറിച്ച് സാബുറോ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനെക്കുറിച്ച് തന്നെയാണ് ഏത് സമയവും അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അവനിക്ക് ആ ഒരു ജിറോയെയും താരോയെയും കുറിച്ച് ഏത് സമയവും വളരെയധികം ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അവൻ നിൽക്കുന്നത് അവൻ്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേങ്കിൽ അവൻ്റെ അച്ഛൻ അവനെ എന്താക്കുന്നുണ്ട്, ആ ഒരു രാജ്യത്ത് നിന്ന് അവനെ വാനിഷ് ചെയ്യുന്നുണ്ട്, നാട് കടത്തി കളയുന്നുണ്ട്. അതുപോലെ അടുത്ത ക്യാരക്ടറാണ് താങ്കോ എന്ന് പറയുന്നത് ഇച്ചിമോഞ്ചിയുടെ സെർവൻ്റാണ്. ഈ ഒരു താങ്കോ സാബുറോയോടുകൂടി അച്ഛനെതിരെ സംസാരിക്കുന്നത് കൊണ്ട്, ആ ഒരു ഇച്ചിമോഞ്ചിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് താങ്കോയെയും കൂടി ഈ ഒരു രാജ്യത്ത് നിന്ന് ആ ഒരു ഇച്ചിമോഞ്ചി വാനിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്ന ക്യാരക്ടറാണ് കിയോമി. ഇച്ചിമോഞ്ചിയുടെ ഫൂളാണ് ഈ ഒരു കിയോമി എന്ന് പറയുന്നത്. ഒരു ലോയലായിട്ടുള്ള ഫൂളാണ്. പിന്നെയുള്ള ക്യാരക്ടറാണ് സ്യൂ. അതായത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മകനായ ജിറോയുടെ വൈഫാണ് സ്യൂ എന്ന് പറയുന്നത്. അവളുടെ പാസ്റ്റ് വളരെ മോശമാണ്. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ യുദ്ധത്തിൽ തന്നെയാണ് അവൾ അച്ഛനെ പരാജയപ്പെടുത്തി, അച്ഛനെ കൊന്ന് പിന്നെ കല്യാണം കഴിക്കുന്നതാണ് ആര്, ഈ ഒരു ജിറോ. പക്ഷേങ്കിൽ അവൾ പ്രതികാര ബുദ്ധിയൊന്നുമില്ലാതെ അവളെന്താക്കുകയാണ് ചെയ്യുന്നത്, അവളെ ബുദ്ധമതത്തിലേക്ക് അവളിങ്ങനെ വിശ്വസിച്ച് യാതൊരു ദേഷ്യവുമില്ലാതെ ആ ഒരു ജിറോയുടെ വൈഫായിട്ട് ഇങ്ങനെ കഴിയുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ക്യാരക്ടറാണ് സ്യൂയുടെ ബ്രദർ. അദ്ദേഹം ഒരു കണ്ണ് കാണാത്ത ആളാണ്. ഒരു കൂട്ടക്കുരുതി ടൈമിൽ, അതായത് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു കർഷകനാണ്. പിന്നീട് ഏതോ രാജ്യത്ത് പോയി ജീവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ള ക്യാരക്ടറാണ് കുറോഗെയിൻ. അദ്ദേഹം എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു അഡ്വൈസറാണ്. അതുപോലെ തന്നെ മിലിറ്ററി കമാൻഡറുമാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് കേഡിൻ്റെ മാനിപ്പുലേറ്റ് ആറ്റിറ്റ്യൂഡിനെ പറ്റി ഒരുപാട് സമയം എന്താക്കുന്നുണ്ട്, അവരിങ്ങനെ ഈ ഒരു അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേഡിനെന്ന് വെച്ചാൽ ഒരു മാനിപ്പുലേറ്റ് ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്. ഈ ഒരു റാനിൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, റാൻ ഏത് വേർഡിൽ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ, ചാവോസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് റാൻ വന്നത്. ഈ ഒരു റാനിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വാർലോഡായ ഇച്ചിമോഞ്ചി അതുപോലെ തന്നെ അവൻ്റെ മക്കളും കൂടി ഹണ്ടിന് വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വൈൽഡ് ബോറിനെ കാണുന്നു. അതിനെന്താക്കും, അതിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രി ഇച്ചിമോഞ്ചി കിടക്കുന്ന സമയത്ത് ഈ ഒരു കാഴ്ച, ഒരു വിഷന് നൈറ്റ് ഇച്ചിമോഞ്ചി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു വിഷൻ തൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ ഒരു ഇച്ചിമോഞ്ചി ലോകത്ത് തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായ നിലയിൽ കാണപ്പെടുകയാണ്. അങ്ങനെ ഇവനെന്താവും, ഈ ഒരു വിഷൻ സിഗ്നിഫൈ ചെയ്യും. എങ്ങനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവൻ്റെ പവറൊക്കെ മാറ്റി വെച്ച് തൻ്റെ മക്കൾക്ക് പവറൊക്കെ കൊടുത്ത് ഒരു സൈഡിലൂടെ ജീവിച്ചു പോകും എന്നുള്ള രീതിയിലേക്ക് സിഗ്നിഫൈ ചെയ്യും. പിന്നീട് ആ ഒരു പവർ മുഴുവൻ മൂത്ത മകനായ താരോയിൻ്റെ കയ്യിലേക്കാണ് അച്ഛൻ കൊടുക്കുന്നത്. രാജ്യം 3 ഓഹരിയായിട്ട് അതിൽ 2 മക്കൾക്കാണ് കൊടുക്കുന്നത്. ഒന്ന് താരോവിനും ഒന്ന് ജിറോനും. പക്ഷേ സാബുറോനെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ
ഈ ഒരു പവറൊക്കെ കൊടുത്തതിന് ശേഷം താരോയുടെ വീട്ടിലാണ് അച്ഛൻ നിന്നത്. പക്ഷേങ്കിൽ താരോൻ്റെ വൈഫ് കേട് എന്താക്കി, ആ ഒരു അച്ഛനെ അവിടുന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത്. പിന്നീട് അച്ഛൻ ജിറോയുടെ അടുത്തേക്ക് പോയി. പക്ഷേങ്കിൽ ജിറോയും അച്ഛനെ കയറ്റാൻ സമ്മതിക്കുന്നില്ല. പിന്നീട് ആ ഒരു അച്ഛൻ ഒറ്റപ്പെടുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് വീടില്ല, അഭയസ്ഥാനമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ റോയൽ സർവൻ്റായിട്ടുള്ള ടാങ്കോയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ക്യോമിയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ആ ഒരു താരോയും ജിറോയും ഇച്ചിമോഞ്ചിയുടെ സോൾജേഴ്സിനെ മുഴുവൻ എന്താക്കി കളയുന്നുണ്ട്, കൊന്നു കളയുന്നുണ്ട്. ഇച്ചിമോഞ്ചി പിന്നെ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ കാട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു താരോയും ജിറോയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ ആ ഒരു ജിറോ, രണ്ടാമത്തെ മകനായ ജിറോ ആ ഒരു താരോയെ കൊന്നു കളയുകയാണ്. എന്നിട്ട് ആ ഒരു അധികാരം മുഴുവൻ ആ ഒരു ജിറോ പിടിച്ചെടുക്കുകയാണ്. പിന്നെ ആ ഒരു ഇച്ചിമോഞ്ചി ഉണ്ടല്ലോ, ആ ഒരു വാർലോഡിന് ഒരു ഭ്രാന്തമായ രീതിയിലേക്ക് വാർലോഡ് എന്തായി മാറി. പിന്നെ ആ ഒരു ഒന്നാമത്തെ മകനായ താരോയുടെ ഭാര്യ, അതായത് വിധവയായ കേട്, ഓൾ എന്താക്കും, ഈ ഒരു ജിറോയെ ഭീഷണിപ്പെടുത്തും. കാരണം വെച്ചാൽ ആ ഒരു താരോയെ ജിറോ കൊല്ലുന്നത് ഇത് ഈ ഒരു വിധവയായ കേട് എന്താക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്താക്കുന്നുണ്ട്, ജിറോയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടാളും കല്യാണം കഴിക്കാനോ അതുപോലെ തന്നെ ജിറോയുടെ ആദ്യ ഭാര്യയായ സ്യൂവിനെ കൊല്ലാനുമാണ് ഇവരുടെ പ്ലാന്. അങ്ങനെയാണ് സാബുറോ കടന്നു വരുന്നത്. സാബുറോ ഇതൊക്കെ കാണും. കാരണം വെച്ചാൽ ഈ ഒരു സാബുറോനെ, ഈ ഒരു ജിറോയുടെ പ്ലാനാണിത്, സാബുറോയെ എന്താക്കാൻ, ഈ ഒരു നാട്ടിലെത്തിക്കാനും ഈ ഒരു അച്ഛനെ കാണാനൊക്കെയുള്ള ആ ഒരു അനുവാദം സാബുറോന് നൽകുന്നുണ്ട്. ഇത് എന്ന് വെച്ചാൽ ഒരു പ്ലാനായിരുന്നു. അങ്ങനെ ഈ ഒരു സാബുറോ വരുന്ന സമയത്ത് ജിറോ എന്താക്കും, സാബുറോനെ കൊന്നുകളയുന്നുണ്ട്. ആ ഒരു സങ്കടം കൊണ്ട് എന്താക്കുന്നുണ്ട്, ഈ ഒരു ഇച്ചിമോഞ്ചിയും വാർലോഡായ ഇച്ചിമോഞ്ചിയും മരിച്ചു വീഴുന്നുണ്ട്. അങ്ങനെ ഇവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നു ലോർഡ് അയാബി. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വാർലോഡാണ്. അദ്ദേഹം അവസരം നോക്കി നിൽക്കുകയാണ്. എന്തിന്, ഈ ഒരു ജിറോയെയും ഈ ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ. അങ്ങനെ അദ്ദേഹം ഈ ഒരു രാജ്യത്തെ വളയുന്നു. അദ്ദേഹം എന്തിനാണ് വളയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഇച്ചിമോഞ്ചി പണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ലോർഡ് അയാബിയുടെ അച്ഛനെ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോർഡ് അയാബി എന്താക്കുന്നത്, അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ഖുറേഗെയിൻ എന്ന് പറയുന്ന ആൾ നോക്കുന്നത് കെയ്ഡിലേക്കാണ്. ആ ഒരു ഖുറേഗെയിൻ എന്ന് പറയുന്ന അഡ്വൈസർ നോക്കുന്നത് കെയ്ഡിനെയാണ്. കാരണം വെച്ചാൽ ഈ ഒരു കെയ്ഡ് ബോധപൂർവം ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് ഈ ഒരു ഖുറേഗെയിൻ ചിന്തിക്കുന്നത്. അതും എന്തിനു വേണ്ടിയിട്ട്, റിവെഞ്ചിന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു കെയ്ഡിൻ്റെ അച്ഛനെ കൊന്നത് ഈ ഒരു താരോ അടങ്ങുന്ന അല്ലെങ്കിൽ ജിറോ അടങ്ങുന്ന ഇച്ചിമോഞ്ചി അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് എന്താക്കുന്നത്, അവളുടെ അച്ഛനെ കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികാരം വീട്ടാൻ വേണ്ടി ബോധപൂർവം ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ള ചിന്തയിലാണ് എന്താക്കുന്നത് ഖുറേഗെയിൻ എന്ന് പറയുന്ന അഡ്വൈസർ ആ ഒരു കെയ്ഡിനെ നോക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് എന്താക്കുന്നു, ഖുറേഗെയിൻ എന്ന് പറയുന്ന ആൾ ആ ഒരു അഡ്വൈസർ ആ ഒരു കെയ്ഡിൻ്റെ കഴുത്ത് വെട്ടുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് അയാബി ആ ഒരു ജിറോയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഫിലിമിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഇത്രയേ പറയുന്നുള്ളൂ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.